ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. കാത്തിരിക്കുന്നതൻ ശുദ്ധിമാന്മാർ ഗണം കാഹളം കേൾക്കുമ്പോൾ വാനിൽ പോകും. കാത്തിരിക്കുന്നതൻ ശുദ്ധിമാന്മാർ ഗണം കാഹളം കേൾക്കുമ്പോൾ വാനിൽ പോകും. യേശു കർത്താവിന്റെ പൊന്മുഖം കാണുമ്പോൾ എത്രയോ സന്തോഷം സോദരരേ. യേശു കർത്താവിന്റെ പൊന്മുഖം കാണുമ്പോൾ എത്രയോ സന്തോഷം സോദരരേ. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ വന്നു തീർന്നു പോകും. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ വന്നു തീർന്നു പോകും. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. രാജനോടൊപ്പമായി പന്തിയിരിപ്പതും സത്യസഭ. ആരീവർ രാജനോടൊപ്പമായി പന്തിയിരിപ്പതും സത്യസഭ. പൊന്നേശു തമ്പുരാൻ ചിന്തിയ രക്തത്തിൻ ഫലമാം വിശുദ്ധ കൂട്ടമത്രേ. പൊന്നേശു തമ്പുരാൻ ചിന്തിയ രക്തത്തിൻ ഫലമാം വിശുദ്ധ കൂട്ടമത്രേ. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ വന്നു തീർന്നു പോകും. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ വന്നു തീർന്നു പോകും. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. പ്രതിഫലങ്ങൾ വിഭാഗിച്ചു കൊടുക്കും തൻ പേർക്കായി പാർത്തലെ വിശ്വസ്തരാൻ. പ്രതിഫലങ്ങൾ വിഭാഗിച്ചു കൊടുക്കും തൻ പേർക്കായി പാർത്തലെ വിശ്വസ്തരാൻ. ജീവിതം ചെയ്തതൻ ശുദ്ധിമാന്മാർ ഗണം വാങ്ങിടും സമ്മാനം ആ സദസ്സിൽ. ജീവിതം ചെയ്തതൻ ശുദ്ധിമാന്മാർ ഗണം വാങ്ങിടും സമ്മാനം ആ സദസ്സിൽ. ഹല്ലേലൂയാ ജയം,
ഹല്ലേലൂയാ ജയം. അല്ലലെല്ലാം അന്നു തീർന്നു പോകും. ഹല്ലേലൂയാ ജയം. ഹല്ലേലൂയാ ജയം. അല്ലലെല്ലാം അന്നു തീർന്നു പോകും. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. കണ്ണുനീരെല്ലാം തുടച്ചിടുമേ അന്ന് എത്രയോ സന്തോഷം ആ സദസ്സിൽ. കണ്ണുനീരെല്ലാം തുടച്ചിടുമേ അന്ന് എത്രയോ സന്തോഷം ആ സദസ്സിൽ. കുഞ്ഞാട്ടിൻ കല്യാണശാലയാം വാനത്തിൽ കല്യാണ വേളയാഘോഷമത്രേ. കുഞ്ഞാട്ടിൻ കല്യാണശാലയാം വാനത്തിൽ കല്യാണ വേളയാഘോഷമത്രേ. ഹല്ലേലൂയാ ജയം. ഹല്ലേലൂയാ ജയം. അല്ലലെല്ലാം അന്നു തീർന്നു പോകും. ഹല്ലേലൂയാ ജയം. ഹല്ലേലൂയാ ജയം. അല്ലലെല്ലാം അന്നു തീർന്നു പോകും. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട് കൂടി വന്നിരിക്കുന്ന ദൈവജനമേ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. ഒന്നാമത്തെ പുനരുത്ഥാനം ഒരു വിശ്വാസിയുടെ പ്രത്യാശ. കർത്താവിൻ്റെ ഒന്നാമത്തെ പുനരുത്ഥാനമാണ്. ആ ഒന്നാമത്തെ പുനരുത്ഥാനത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 15-ാം അധ്യായം 52-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും. ദൈവത്തിന് സ്തോത്രം. അന്ത്യകാഹളനാദത്തിങ്കൽ മറന്നു പോകരുത്. ഇന്ന് ജീവനോടെ ഇരിക്കുന്നവരായ നാം ഓരോരുത്തരും അക്ഷയരായി ഉയർക്കുന്നതായ മഹൽ സംഭവം അന്ത്യകാഹളനാദത്തിങ്കൽ. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചുറമ്പുയർത്ത് നിൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇന്ന് നാം കാണുന്ന ജീവനോടെ ഇരിക്കുന്നതായ മനുഷ്യൻ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഒന്നാം ഘട്ടമായ മേഘപ്രത്യക്ഷതയിൽ അഥവാ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ അന്ന് വാങ്ങിപ്പോയ വിശുദ്ധന്മാരുണ്ട്. അവർ പറുദീസയിൽ വിശ്രമിക്കുന്നു. ജീവനോടെ ഇരിക്കുന്ന വിശുദ്ധന്മാരുണ്ട്. അവർ പ്രത്യാശയോടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നോക്കി പാർത്തുകൊണ്ടിരിക്കുന്നു. ഈ രണ്ട് കൂട്ടരും ഒരുപോലെ എടുക്കപ്പെടും. എങ്ങനെ? ജീവനോടെ ഇരിക്കുന്നവർ നോക്കുന്നത് കാഹളനാദം കേൾക്കുന്നുണ്ടോ എന്നാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും ആ ഗംഭീരനാദം ക്രിസ്തുവിൽ മരിച്ചുപോയ വിശുദ്ധന്മാർ ഉയർക്കുവാനുള്ളതാണ്. അതാണ് കർത്താവിൻ്റെ ഗംഭീരനാദം. പ്രിയപ്പെട്ടവർ, ഹാബേൽ മുതലുള്ള സകല വിശുദ്ധന്മാരും അന്ന് ജീവൻ പ്രാപിക്കും, അന്ന് ഉയർത്തെഴുന്നേൽക്കും. സംശയിക്കേണ്ട. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും
ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ. ദൈവത്തിൻ്റെ കാഹളം മുഴങ്ങും, 2 കാഹളവും മുഴങ്ങും. ജനത്തെ വിളിച്ചു കൂട്ടുന്ന കാഹളം മുഴങ്ങും, ഇവിടെ നിന്ന് പുറപ്പെടുവിക്കുന്ന കാഹളം മുഴങ്ങും. ഏറെയായാൽ 80 എന്ന് പറയുന്ന മനുഷ്യൻ്റെ ആയുസ് എപ്പോഴാണ് തീരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നാം ഇവിടെ നിന്ന് മാറ്റപ്പെടും. ജീവനോടെ ഇരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. ഈ ശരീരം മാറി തേജസ്സേറിയ ശരീരം പ്രാപിക്കും, അദ്രവത്വമുള്ളതായ ശരീരം പ്രാപിക്കും. അതാണ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, മറക്കരുത്. ഇനി ഞാനിവിടെ തോമസാണ്, ചിന്നമ്മയാണ്, അന്നമ്മയാണ്, മറിയാമ്മയാണ്, പൗലോസാണ് ഒക്കെയുണ്ട്. ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വം, ആളത്വം എല്ലാം ഉണ്ട്. എല്ലാം മാറും. നാം രൂപാന്തരപ്പെടും. നാം സ്ത്രീയുമല്ല പുരുഷനുമല്ലാത്തൊരു സ്ഥിതിയിലേക്ക് സ്വർഗത്തിലെ മാലാഖമാരെ പോലെ നാം രൂപാന്തരപ്പെടും, മറക്കരുത്. അന്ന് പിന്നെ സ്ത്രീയുമില്ല പുരുഷനുമില്ല, മറക്കരുത്. അന്ന് നാം മാലാഖമാരോട് ചേരും, നാം മാലാഖമാരെ പോലെ തന്നെയാകും. മാലാഖമാരെക്കാളും ഉന്നതമായൊരവസ്ഥയിലേക്ക് ദൈവം നമ്മളെ എടുക്കും. അത് വലിയ വിശാലമായ വിഷയമാണ് പ്രിയപ്പെട്ടവർ. അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുവെക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും. അക്ഷയരായി ഉയർക്കും. ക്ഷയിക്കാത്ത ശരീരം പ്രാപിക്കും, തേജസ്സേറിയ ശരീരം പ്രാപിക്കും. സ്വർഗത്തിൽ പിതാവായ ദൈവത്തോടും പുത്രനായ ദൈവത്തോടും കൂടെ ചേർന്നിരിക്കുന്ന അക്ഷയമായ ശരീരം പ്രാപിക്കേണ്ടവരാണ് നാം. ഇന്നത്തെ സ്റ്റാൻഡേർഡിൽ ഈ ഭൂമിയിൽ ജീവിച്ചാൽ മതിയോ? ശാന്തമായി നിങ്ങൾ ചിന്തിക്കു പ്രിയപ്പെട്ടവർ. 10 രൂപയ്ക്ക് വേണ്ടി കത്തിയെടുക്കുന്ന പ്രകൃതം മതിയോ? ആരെയും ഭീഷണിപ്പെടുത്തുന്ന അഹങ്കാരത്തിൻ്റെ സ്വരം നിർത്താറായോ? കർത്താവ് 2ാമത് വരാറായില്ലേ? കർത്താവ് 2ാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ നോക്കിപ്പാർക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന ജനമേ നാം ഒരുങ്ങുന്നുണ്ടോ? അത് വെറും ജൽപ്പനം മാത്രമാണോ? അത് നമുക്ക് ഹൃദയം കൊണ്ട് ഒരുങ്ങണ്ടേ? ഹൃദയമല്ലേ ഒരുങ്ങേണ്ടത്, പുറമേ അല്ലല്ലോ. പുറമേയുള്ള ഒന്നും മാറണ്ട, എല്ലാം കർത്താവ് മാറ്റിക്കൊള്ളും. എല്ലാം ചെയ്യുന്നത് കർത്താവാണ്. നമുക്ക് അഹങ്കരിക്കാനില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? എല്ലാം പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഞാനല്ല, ഒരുത്തരുമല്ല, വേറെ ആരുമല്ല, ഈ ഭൂമിയിലെ ഒരു ദൈവമക്കളുമല്ല. സത്യം നിങ്ങൾ അറിഞ്ഞു. താവേ, ഞാൻ പാപത്തോടെ യാത്ര പറഞ്ഞ് നിന്നോട് ചേരുന്നു എന്നൊരു വ്യക്തി ഒരു സമർപ്പണമെടുക്കുമ്പോൾ, സ്തോത്രം, അവൻ്റെ കാര്യം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയാണ്. പിന്നെ അവനെ ആരാക്കി തീർത്താലും ഒരാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നിൻ്റെ നന്മയല്ല, നിന്റെ ക്രെഡിറ്റ് അല്ല. അതുകൊണ്ടാണ് നിത്യനായ ദൈവം, പരിശുദ്ധനായ ദൈവം ഇസ്രായേലിനത്തോട് മോശയിലൂടെ അരുളി ചെയ്തു, അടിമവീടായ മിസ്രയീമിൽ നിന്ന് നിന്നെ പുറപ്പെടുവിച്ച യഹോവ ഞാനാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. നിനക്കെന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് തരുന്നത് പരിശുദ്ധാത്മാവാണ്. യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകപ്പെട്ട് പഴയ മനുഷ്യനെ മരിപ്പിച്ച് പഴയ വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞ് ഒരു പുതിയ വസ്ത്രം നിനക്ക് തന്ന് പുതുവസ്ത്രം നിന്നെ ധരിപ്പിച്ച് സ്വർഗത്തിൻ്റെ വകയാക്കി തന്നെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിന്നെ വളർത്തുന്നതും ഉയർത്തുന്നതും പരിശുദ്ധാത്മാവാണ്. നിനക്കൊരു ക്രെഡിറ്റുമില്ല, തലവെക്കാൻ അവകാശമില്ല. എൻ്റെ നന്മ എന്ന് പറയാൻ നന്മയില്ല മനുഷ്യന്. നന്മ ചെയ്യുന്നവരില്ല, ഒരുത്തൻ പോലുമില്ല. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവദേശമില്ലാത്തടത്ത് നിന്ന് കൃത്യമായി വചനം പറയുന്നു. സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിലെ മനുഷ്യൻ നോക്കിക്കൊണ്ട് പറയുന്നതായ ജീവൻ്റെ വചനം, പ്രിയപ്പെട്ടവരെ, തലവെക്കാനൊന്നുമില്ല. എന്നെ നിവർത്തിക്കുന്നതെല്ലാം പരിശുദ്ധാത്മാവാൻ ദൈവം. നിൽക്കുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ, കൃത്യമായി വചനമുണ്ട്. നീ നിൽക്കുന്നുണ്ടോ? നിർത്തുന്നത് പരിശുദ്ധാത്മാവാണ്. നിൽക്കുന്നുണ്ടെങ്കിൽ വീഴാൻ സാധ്യതയുണ്ട്. വീണടക്കുന്നവന് വീഴാനൊന്നുമില്ലല്ലോ, അവനെ സൂക്ഷിക്കാനൊന്നുമില്ലല്ലോ. പക്ഷെ നിൽക്കുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. തല പൊങ്ങരുത്. തല പൊങ്ങിയാൽ പരിശുദ്ധാത്മാവിനെ വിട്ടുപോകും. കർത്താവ് വാഹനമേറുന്നത് കഴുതകളിലാണ്. രാജാക്കന്മാർ കുതിരകളിൽ വാഹനമേറുമ്പോൾ കർത്താവ് കഴുതമേൽ വാഹനമേറും. എന്തുകൊണ്ടറിയാമോ? തലപൊക്കുകയില്ല. സ്തോത്രം. കഞ്ഞി കുടിക്കാൻ മാർഗമായ തലവെക്കുന്ന വിശ്വാസി, നിന്റെ മേൽ കർത്താവ് യേശുക്രിസ്തു ഉണ്ടോ? നീ ക്രിസ്തുവിനെ വഹിക്കുന്ന കഴുതയോ? ശാന്തമായി ചിന്തിക്കുക, താഴ്ത്തി കൊടുക്കുക. നാം എന്താണ് വായിച്ചത്? അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുവെക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചോരക്ഷയരായി ഉയർക്കും. മരിച്ചോറയുയർക്കും. ജീവനോടെയുള്ളവർ രൂപാന്തരപ്പെടും.
രണ്ടു കൂട്ടരും ഒന്നിച്ച് പറക്കും. ഈ തേജസ്സേറിയ അനുഭവം പ്രിയപ്പെട്ടവരെ, കർത്താവ് തൻ്റെ അപ്പോസ്തലന്മാർക്കത് കാണിച്ചു കൊടുത്തത് നിങ്ങൾക്കറിയാം. ഈ ഭൂമിയിൽ കർത്താവ് ഒരു മനുഷ്യനായി ജീവിക്കുമ്പോൾ താബോർ മലയിലേക്ക് കർത്താവിൻ്റെ 12 അപ്പോസ്തലന്മാർ 3 പേരെയും കൂട്ടിക്കൊണ്ടുപോയി. നിങ്ങൾക്കറിയാവുന്നതാണ്, സുവിശേഷങ്ങളിലെല്ലാം ഉള്ള കാര്യമാണ്. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് മറുരൂപ മലയിലേക്ക് കർത്താവ് പോയി, താബോർ മലയിലേക്ക്. അവിടെ ഞാൻ രൂപാന്തരപ്പെട്ടു. അവൻ്റെ വസ്ത്രം സൂര്യൻ്റെ വെളിച്ചം പോലെ വെള്ളയായി തീർന്നു വായിക്കുന്നുണ്ട്. അന്ന് മോശയും ഏലിയാവൂടെ പ്രത്യക്ഷപ്പെട്ടോ യേശുവിനോട് സംസാരിക്കുന്നുണ്ട്. മോശയും ഏലിയാവും. പത്രോസോ യാക്കോബോ യോഹന്നാനോ മോശയെ കണ്ടിട്ടില്ല, ഏലിയാവിനെ കണ്ടിട്ടില്ല. എന്നാൽ അവർ രണ്ടുപേരും അവിടെ യേശുവിനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. ആത്മാവിൻ്റെ കാഴ്ചപ്പാട് അത് മാനുഷികമല്ല. അത് അപ്പോസ്തലന്മാർക്ക് കാണിച്ചു കൊടുക്കാനായിട്ടാണ് കർത്താവ് താബോർ മലയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയത്. അവിടെ മരിച്ചവരുടെ പ്രതിനിധിയായി മോശയുണ്ട്, ജീവനോടെ ഇരിക്കുന്നവരുടെ പ്രതിനിധിയായി ഏലിയാവുണ്ട്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ, ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ സംഭവിക്കാൻ പോകുന്നത് അതിൻ്റെ യാഥാർത്ഥ്യമാണ്. മറുരൂപ മലയിൽ കണ്ട നിഴലിൻ്റെ പൊരുളാണ്. മരിച്ചവർ അക്ഷയരായി ഉയർക്കും, ജീവനോടെ ഇരിക്കുന്നവർ രൂപാന്തരപ്പെടും. രണ്ടു കൂട്ടരും ഒന്നിച്ച് പറക്കും. അത് നടക്കാൻ പോകുന്ന മനോഹരമായ അനുഭവം. അതെങ്ങനെയാണ് നടക്കുന്നത്? യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ ഇപ്രകാരം പറയും: പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. 1-ാമത്തെ പുനരുദ്ധാനത്തിൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. നിങ്ങൾ വെറുതെ വായിച്ചു പോകരുത് വേദപുസ്തകം. ദൈവമൊരുക്കിയിരിക്കുന്ന മനോഹരമായ അനുഭവം. നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണും. കർത്താവായ യേശു ക്രിസ്തു താൻ ഇരിക്കുന്നത് പോലെ ആയിരിക്കുന്നതായ അവസ്ഥയിൽ മധ്യാകാശത്തിൽ വെളിപ്പെടും. അന്ന് നാം അവനെ കാണും. അവനായിരിക്കുന്നത് പോലെ നാം അവനെ കാണും. അന്ന് എന്താ സംഭവിക്കുന്നത്? നാം അവരോട് സദൃശന്മാരാകും. എങ്ങനെയാകും? നമുക്ക് വിശദമായി പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞുകൊള്ളുക. എന്ന് നിൻ്റെ യൂട്രസ് എടുത്ത് കളഞ്ഞതാണോ? സാരമില്ല. നിൻ്റെ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്തതാണോ? സാരമില്ല. നിൻ്റെ കിഡ്നി ഡാമേജ് ആണോ? സാരമില്ല. നിനക്ക് കണ്ടില്ലേ? സാരമില്ല. കർത്താവ് 2-ാമത്തെ വരവിൽ, 1-ാമത്തെ പുനരുദ്ധാനത്തിൽ നീ യേശുവിനെ കാണുന്ന മാത്രയിൽ നീ അവരോട് സദൃശനാകും. വിശ്വസിക്ക് പ്രിയപ്പെട്ടവരെ, നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. എല്ലാം സൗജന്യമാണെല്ലാം ദൈവം നിവർത്തിച്ചു തരും. എന്നാൽ നാം എന്ത് ചെയ്യണം? അടുത്ത വാക്യം, 3-ാമത്തെ വാക്യം, 1 യോഹന്നാൻ 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. അത് ഞാൻ ചെയ്യേണ്ടതാണ്. അത് നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. അത് വേറെ ആരും ചെയ്യേണ്ടതല്ല. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം, അവൻ 2-ാമത് വരുമ്പോൾ, അവൻ മധ്യാകാശത്തിൽ വരുമ്പോൾ, ഞാൻ അവനായിരിക്കുന്നത് പോലെ ഞാൻ അവനെ കാണുകയും ഞാൻ അവനെ പോലെ ആവുകയും ചെയ്യും എന്ന് ആർക്കെല്ലാം ബോധ്യമുണ്ടോ അവരൊക്കെ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കണം. അയ്യോ, ഇത് ബാലികേറ മലയാണോ? ഇത് മനുഷ്യനെ കൊണ്ട് സാധ്യമായ കാര്യമാണോ? അല്ല പ്രിയപ്പെട്ടവരെ, സാധിക്കും. ഒറ്റ കാര്യം മതി, നീ വിശ്വസിച്ചാൽ മതി. വിശ്വസിച്ചാൽ മാത്രം മതി, വേറൊന്നും വേണ്ട. അവനെപ്പോലെ തന്നെ ആക്കി തീർക്കുന്നത് പരിശുദ്ധാത്മാവാണ്. സംശയിക്കണ്ട. നിങ്ങൾക്കറിയാം, ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എൻ്റെയും നിങ്ങളുടെയും പൂർവ്വപിതാവായ 1-ാമത്തെ മനുഷ്യനായ ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ തേജസ്സിലും സൃഷ്ടിച്ചു. കൃത്യമാണ്, വ്യക്തമാണ്. വചനത്തിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്കറിയാം. അതേ അവസ്ഥയിലേക്ക് ദൈവം തന്നെ കൊണ്ടുവരികയാണ്. അതേ അവസ്ഥയിലാക്കിയിട്ട് വേണം നിനക്ക് 1-ാമത്തെ പുനരുത്ഥാനം നിനക്ക് തരുവാൻ, നിന്നെ ഇവിടെ നിന്ന് ഉയർപ്പിക്കുവാൻ. യാതൊരു മാറ്റവുമില്ല. ഒന്ന് ഞാൻ ചെയ്താൽ മതി. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ എന്നെ തന്നെ നിർമ്മലീകരിക്കണം. വിട്ടുകൊടുക്കാൻ മനസ്സുണ്ടോ? വിട്ടുകൊടുക്കാൻ മനസ്സുണ്ടോ? പ്രിയപ്പെട്ടവർ, കർത്താവ്, ഇത് അഴുക്ക് പറ്റിയ വസ്ത്രവുമായി ഞാൻ വന്നിരിക്കുന്നു.
ആ മുടിയനപുത്രനെ പോലെ ഞാൻ ഇതിൻ്റെ അരികിലേക്ക് വന്നിരിക്കുന്നു. അതേ മനോഭാവത്തോടെ, തകർന്ന ഹൃദയത്തോടെ ആരെല്ലാം വരുന്നുണ്ട്, അവരെ പുതുക്കിക്കൊള്ളും. കർത്താവ് പുതുക്കിക്കൊള്ളും, പരിശുദ്ധാത്മാവ് പുതുക്കിക്കൊള്ളും. പ്രിയപ്പെട്ടവർ, ഈ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ അഥവാ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ അവൻ്റെ തേജസ് അവനെ കാണുമ്പോൾ നമുക്ക് കിട്ടും. അവൻ്റെ സാദൃശ്യവും അവൻ്റെ സ്വരൂപവും നാം പ്രാപിക്കണം. അവൻ്റെ സാദൃശ്യവും അവൻ്റെ സ്വരൂപവും പ്രാപിച്ചവരാണ് അവൻ രണ്ടാമത്തെ വരയിൽ മഹത്വപ്രതിഷ്ഠ വരുമ്പോൾ, മേഘപ്രതിഷ്ഠ വരുമ്പോൾ അവനെ കാണുന്നത്. ആ കാണുന്ന നിമിഷത്തിൽ അവൻ തേജസ്കരിക്കപ്പെട്ടതുപോലെ നാം തേജസ്കരിക്കപ്പെടും. അവൻ്റെ സ്വരൂപവും സാദൃശ്യവും ആരാണ് നമുക്ക് തരുന്നത്? ഓർക്കുക, നീ മാനസാന്തരപ്പെട്ടപ്പോൾ, നിന്റെ ജീവിതം നീ കർത്താവിന് കൊടുത്തപ്പോൾ അന്ന് തുടങ്ങി പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രക്രിയയാണ് ഇത്. ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും നിനക്ക് തരുവാൻ നിൻ്റെ പിന്നിൽ നിന്ന് അധ്വാനിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിനെ കൂടാതെ നിനക്ക് ഒരിക്കലും സാധ്യമല്ല. ഒരു നിമിഷം പോലും നിനക്ക് ജീവിക്കാൻ സാധ്യമല്ല. എത്ര പേര് ഇതറിയുന്നുണ്ട്? എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? യാത്ര ആരംഭിക്കുമ്പോൾ നിത്യനായ ദൈവം എൻ്റെ കൂടെയുണ്ടോ? ഞാൻ കിടക്കുമ്പോൾ കർത്താവ് എൻ്റെ കൂടെയുണ്ടോ? കർത്താവേ, പ്രശ്നങ്ങളിൽ വിട്ട് ഞാൻ വലയുമ്പോൾ നീ എൻ്റെ കൂടെയുണ്ടോ? അന്വേഷിക്കുന്ന എത്ര പേരുണ്ട്? അതോ നീ ബുദ്ധിയിൽ തിരയുകയാണോ? നിൻ്റെ മാനസിക ബുദ്ധിയിൽ നീ അന്വേഷിക്കുകയാണോ? നീ ദൈവത്തെ കണ്ടെത്തുകയില്ല. സത്യം, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ, അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കട്ടെ. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? നിന്നെ നിർമ്മലീകരിക്കുന്ന, നിന്നെ ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യമുള്ളവരാക്കി തീർക്കുന്ന പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടിരിക്കുക. വേറൊന്നും നീ ചെയ്യണ്ട. മനസ്സാണോ? ഒരുക്കമാണോ? ഇപ്പം നിനക്ക് കർത്താവിനോട് പറയാം, എനിക്ക് മനസ്സാണ് കർത്താവ്, ഇനി എൻ്റെ ആളത്വം പൊങ്ങുകയില്ല, എൻ്റെ ഇഷ്ടം ഇനിയില്ല, ഞാനെന്ന് പറയുന്ന വ്യക്തി മരിക്കുന്നു. അതാണ് പ്രിയപ്പെട്ടവരെ സ്നാനം. ഇനി ഞാനെന്ന് പറയുന്ന വ്യക്തി ജീവിക്കുന്നില്ല. ഇനി എൻ്റെ സ്വന്തം ഇഷ്ടമില്ല, യേശുക്രിസ്തു എന്നിൽ ജീവിക്കുന്നു, പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുന്നു, അവൻ്റെ വഴിക്ക് ഞാൻ നടക്കുന്നു. ദൈവജനമേ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ 40 വർഷം യാത്ര ചെയ്തില്ലേ? ആരുടെ ഇഷ്ടപ്രകാരമാണ് നടന്നത്? നാം വേദോസിൽ വായിക്കുന്നില്ലേ? ദൈവത്തിൻ്റെ തേജസ് പുറപ്പെടുമ്പോൾ ജനം പുറപ്പെടും, തേജസ് താണിരിക്കുമ്പോൾ ജനം അവിടെ ഇരുന്നു. അവരുടെ ഇഷ്ടമല്ല നടക്കുന്നത്. ഇത് ഇന്നത്തെ വിശ്വാസികളുടെ നിഴലല്ലേ എന്നത്. അങ്ങനെ ജീവിക്കുന്ന വിശ്വാസികൾ എത്ര പേരുണ്ട്? എൻ്റെ കർത്താവിൻ്റെ ഹിതം, അതല്ലാതെ ഒരു ചൂട് ഞാൻ മുന്നോട്ട് വയ്ക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പരിശുദ്ധനായ പരിമലത്തിരുമേനി, പരിമലത്തിരുമേനിയുടെ കാലത്താണ് സഭാ കേസ് ആരംഭിച്ചതെന്നാണ് പറയുന്നത്. പരിമലത്തിരുമേനിയെ കോടതിയിൽ വിസ്തരിക്കേണ്ടതായ ഒരു അവസരം വന്നപ്പോൾ വക്കീല് തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി, നാളെ തിരുമേനിയെ വിസ്തരിക്കുമ്പോൾ ഞാൻ ഇന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തിരുമേനി ഇന്നതുപോലെ മറുപടി പറയണം. ഞാൻ പറഞ്ഞു കേട്ടതാണ്, ഞാൻ കണ്ട കാര്യമല്ല ഈ പറയുന്നത്. വരുമ്പോൾ തിരുമേനി വക്കീലോട് പറഞ്ഞു, മോനെ, എൻ്റെ ഈ നാവ് ഞാൻ ദൈവത്തിന് കൊടുത്തു പോയതാണല്ലോ, അത് ഞാൻ സത്യം മാത്രമേ പറയുള്ളല്ലോ. അപ്പോൾ പറഞ്ഞു, തിരുമേനി, സഭ ദൈവത്തിൻ്റെതാണ്, ഈ കേസ് ജയിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ തിരുമേനി പറഞ്ഞാലേ കേസ് ജയിക്കുള്ളൂ. ഉടനെ പരിപാടി തിരുമേനി പറഞ്ഞു, മോനെ, സഭ ദൈവത്തിൻ്റെതാണെങ്കിൽ അത് കാക്കാൻ ദൈവമുണ്ട്, അത് ദൈവം കാത്തോളും. ഞാൻ കള്ളം പറഞ്ഞിട്ടല്ല സഭയെ കാക്കേണ്ടത്. ദൈവത്തിൻ്റെ വഴികളുണ്ട്. എൻ്റെ നാവ് ഞാൻ ദൈവത്തിന് കൊടുത്തു പോയതാണ്, അത് സത്യമല്ലാതെ ഒന്നും ഞാൻ പറയുകയില്ല. മലങ്കര സഭ മുഴുവനും അംഗീകരിച്ച പരിശുദ്ധനല്ലേ പരിമല തിരുമേനി? പ്രിയപ്പെട്ടവരെ, ആ പരിമല തിരുമേനി ഇരിക്കുന്ന സ്വർഗത്തിൽ നമ്മൾ എത്ര പേരോട് ചെല്ലും? ശാന്തമായി ചിന്തിക്കൂ. സ്വർഗം ഒന്നല്ലേ ഉള്ളൂ, രണ്ടില്ലല്ലോ, പല ഗ്രേഡിലുള്ള സ്വർഗങ്ങളില്ലല്ലോ. സ്വർഗത്തിലെത്തുമോ? എൻ്റെ മനോഭാവത്തിൽ പോലും തെറ്റു വരാൻ നിൽക്കാമോ? അവനിലെ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കട്ടെ.
നിർമ്മലീകരിക്കാൻ പരിശുദ്ധാത്മാവുണ്ട്. അവൻ കഴുകിക്കൊള്ളും, അവൻ ഒരുക്കിക്കൊള്ളും, അവനെല്ലാം ഒരുക്കും, മനോഹരമായി ഒരുക്കും. മധ്യാകാശത്തിലെ മണിപ്പന്തലിൽ മണവാളനായ കർത്താവായ യേശു ക്രിസ്തുവിനെ മണവാട്ടിയായി സ്വീകരിക്കുമ്പോൾ നിന്നെ അണിയിച്ചൊരുക്കുന്നത് പരിശുദ്ധാത്മാവാൻ ദൈവം തന്നെയാണോ? ഒരു സംശയവും വേണ്ട. നിനക്ക് വേണ്ടി അവനിതാ മുടഞ്ഞു വച്ചിരിക്കുന്നതായ ആ കിരീടമോ നിൻ്റെ തലയിൽ അവൻ വയ്ക്കും. സംശയിക്കണ്ട. അവന് നിനക്ക് ശരീരമുണ്ടായിരിക്കും. ശരീരമില്ലാതെ ധരിക്കരുത്. അക്ഷയരായി ഉയർക്കുന്ന മനുഷ്യൻ്റെ ശരീരം, തേജസ്സുള്ള ശരീരം, ക്രിസ്തുവിന് മണവാട്ടിയായിരിക്കേണ്ടതായ ശരീരം, അതിനെല്ലാം വീണ്ടെടുപ്പുണ്ട്. വളരെ വ്യക്തമായി വേറെ ദിവസം പറയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം അതിൽ കൃത്യമായി അപ്പോസ്തലൻ പറയുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പുണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടുവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അതിന് ശരീരവും ഉയർത്തെഴുന്നേൽക്കും. നിനക്ക് പ്രിയ ശരീരം കിട്ടും. മനോഹരമായ ഒരു ശരീരത്തിന് കിട്ടും, അക്ഷയമായ ശരീരം. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി അവനോടൊപ്പം ഇരിക്കേണ്ടതായ തേജസ്വേറിയ ശരീരം, ആ ശരീരം നിനക്കുണ്ടാവും. ആ ശരീരത്തെ പരിശുദ്ധമാവ് അലങ്കരിക്കും. ഇന്ന് എൻ്റെ ബലഹീനമായ ശരീരം ലോകം മാടി വിളിക്കാൻ സാധ്യതയുള്ള, തെറ്റിപ്പോകാൻ സാധ്യതയുള്ള നിൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ കഴിയുള്ളവനായ പരിശുദ്ധാത്മാവ് നിന്നെ നിയന്ത്രിച്ചുകൊള്ളും, തെറ്റുകൂടാതെ കാത്തുകൊള്ളും. നിങ്ങൾക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട്? പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവ് നിങ്ങളെ വഴി നടത്തുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? അതുകൊണ്ട് ഞാൻ തുറന്നു പറയട്ടെ, ആത്മാർത്ഥതയോട് കർത്താവിന് ഇഷ്ടമെന്ന് നിവർത്തിച്ചാൽ മതി എന്ന് ആരെല്ലാം തീരുമാനമെടുക്കുന്നു. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ എന്നെ തന്നെ നിർമ്മലീകരിക്കണമെന്ന് നടക്കല്ല നിർബന്ധമുണ്ടോ? ആ വ്യക്തിയെ പരിശുദ്ധാത്മാവ് തെറ്റുകൂടാതെ വഴി നടത്തും. ഒരു സംശയവും വേണ്ട, യാതൊരു സംശയവും വേണ്ട. ഇന്ന് സംശയിക്കുന്നവരുണ്ട്, വിശ്വാസികളാണെന്ന് അഭിമാനിക്കുന്നവർ പോലും സംശയിക്കുന്നുണ്ട്. സംശയിക്കണ്ട. ഒരു തെറ്റും കൂടാതെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ മനുഷ്യരെ വഴി നടത്തും. മ്ലേച്ഛരുടെ മധ്യത്തിൽ അവനെ വഴി നടത്തും. ദൈവത്തിൽ ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല. ദൈവത്തിൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. വളരെ വ്യക്തമായി വചനം പറയുന്നു. വിശ്വസിക്കാൻ ആരുണ്ട്? ഈ തലമുറയിൽ വിശ്വസിക്കാൻ ആരെല്ലാം ഉണ്ട്? ദൈവത്തിൻ്റെ വിത്ത്, ഹാലലോയ ഹാലലോയ, നിത്യനായ ദൈവം കാത്തു സൂക്ഷിച്ച വിത്ത്, ജീവൻ്റെ വിത്ത്, ജീവൻ്റെ വചനം, വചനമായ ക്രിസ്തു അവരിതാ വന്നിട്ടുണ്ട്. അവൻ്റെ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യൻ വിളിച്ചുമായിരുന്നു. യോഹന്നാൻ 1:4. ജീവനായ ക്രിസ്തു, മനുഷ്യൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്ന പ്രകാശമായ ക്രിസ്തു അവൻ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആർക്ക് വേണം? അവൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിപ്പാൻ ആരെല്ലാം ഉണ്ട്? സ്തോത്രം. അവൻ്റെ ജീവിതം കൊടുത്താൽ നിൻ്റെ ആ നിമിഷം മുതൽ നിന്നെ ശുദ്ധീകരിക്കേണ്ട പരിശുദ്ധാത്മാവാൻ ദൈവമാണ്. തെറ്റുകൂടാതെ അവൻ വഴി നടത്തും. അവൻ പറഞ്ഞു തരും, മോനെ അങ്ങോട്ട് നോക്കണ്ട, നീ ഈ ലോകത്തിലുള്ളവനല്ല. മോനെ നീ ഒരു വാക്കും മിണ്ടണ്ട, നിൻ്റെ കാര്യമല്ല. നീ ഉറങ്ങാൻ കിടന്നാൽ നിന്നെ ഉറക്കാറെ എഴുതേൽപ്പിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ മുട്ടുമേലിരുത്തുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി ഞരങ്ങുന്ന ഒരാത്മാവുണ്ട്. ഉച്ചരിച്ചു കൂടാത്ത അരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത ഒരാത്മാവുണ്ട്. മറക്കരുത്. കണ്ടിൽ നിന്ന് അടിക്കരുത്. അവനെ വിട്ട് നീ പോകല്ലേ, അവൻ്റെ വഴി വിട്ട് നീ പോകല്ലേ. പ്രിയപ്പെട്ടവർ, യൂദാ കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാൻ തീരുമാനിച്ചപ്പോൾ അവനോട് വാരിച്ചൊരു ദൈവസ്നേഹമില്ലേ? കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് മുമ്പ് 10 അവസരങ്ങൾ കർത്താവ് അവന് കൃത്യമായി കൊടുത്തില്ലേ? ഞാൻ വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല. യൂദാസ്കറിയോത്തായ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് മുൻപ് 10 അവസരങ്ങൾ ദൈവം അവന് കൊടുത്തു. ഈ 10 അവസരവും അവൻ നഷ്ടപ്പെടുത്തി, ഒറ്റിക്കൊടുത്തു. എന്ത് പ്രയോജനം? അവൻ ഒറ്റിക്കൊടുത്തിട്ട് കിട്ടിയ വെള്ളിക്കാശ് അവൻ വലിച്ചെറിഞ്ഞു. അവൻ കെട്ടിജാതി ചത്തു.
പ്രത്യാശയില്ലാത്തവനായി അവൻ നശിച്ചു. പ്രിയപ്പെട്ടവർ, ഇന്നും ആ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാർക്കൽ മുട്ടുന്നു. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാഹാരം വിശുദ്ധരുമാകുന്നു. സഹോദരീ സഹോദരങ്ങളെ, ഈ ഭാഗ്യാവസ്ഥ ദൈവത്തിൻ്റെ ദാനമാണ്. അത് ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണ്. നിന്റെ ശാപങ്ങളെ ഏറ്റെടുക്കുവാൻ പിതാവാരെയും ശാപമില്ലാത്ത പുത്രനെ ശാപമാക്കി. ആ ത്യാഗം നിങ്ങൾ അറിയുന്നുണ്ടോ? നിഷ്കളങ്ക ആത്മാവ്, പരിശുദ്ധ ആത്മാവ്, ചെളിയിൽ ചവിട്ടാത്ത പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവിനെ ദൈവം നിനക്ക് തന്നു. എന്തെന്നറിയാമോ? ഈ ഭൂമിയിലെ ചെളിയിൽ ചവിട്ടാറ്, അഴുക്ക് പറ്റാറ്, ഒരു വ്യാജം വരാറ്, നേർമാറിയിലൂടെ നടത്തി സ്വർഗത്തിലെത്തിക്കാൻ പരിശുദ്ധാത്മാവിനെ ദൈവം നിനക്ക് തന്നു. നിനക്കുപയോഗിക്കാം, നിനക്ക് ഹൃദയം തുറക്കാം, നിനക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവേ, എന്ന് നീ നിൻ്റെ കൃപയുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്നല്ലോ, ഈ കൃപായുഗത്തിൽ നീ ഞങ്ങളോട് കെഞ്ചുന്നല്ലോ. നീ ന്യായാസനത്തിലേക്ക് മാറുന്നതിന് മുൻപ്, നീ കൃപാസനത്തിൽ ഇറങ്ങുന്നതിന് മുൻപ്, കർത്താവേ, ഞാനിത് ആ കൃപാസനത്തിൻ്റെ അരികിലേക്ക് വരുന്നു. ആർക്കും ചെല്ലാം, ഏത് പാപിക്കും ചെല്ലാം. ആരെയും കർത്താവ് തള്ളിക്കളഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവർ, കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ നാളിൽ കർത്താവിൻ്റെ അരികിലേക്ക് ചെന്ന പൊരുത്തരെയും കർത്താവ് തള്ളിക്കളഞ്ഞില്ല. നീ ജാതിയാണെന്ന് പറഞ്ഞില്ല, നീ അവിശ്വാസിയാണെന്ന് പറഞ്ഞില്ല, നിന്നെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞില്ല. ഭൂതം ബാധിച്ച ലഗ്യോനെ പോലും കർത്താവ് സൗഖ്യമാക്കി. അവൻ പാപിയെ സ്നേഹിക്കുന്ന ദൈവം. അവൻ പാപത്തെ വെറുക്കുന്നു, പക്ഷേ പാപിയെ സ്നേഹിക്കുന്നു. അവൻ നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നു. കർത്താവ്, ആ രണ്ടാമത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കാമോ? നമുക്ക് അനുസരത്തിലേക്ക് ചെല്ലാം. അവൻ നീട്ടപ്പെട്ടിരിക്കുന്ന കരങ്ങളുടെ കീഴിലേക്ക് നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം. എനിക്ക് മനസ്സാണ് കർത്താവ്, എൻ്റെ ആത്മശരീര മനസ്സുകൾ ഞാനിത് അതിനേക്കായി തരുന്നു. ആയിരിക്കുന്ന അവസ്ഥയിൽ തരുന്നു, ശാപകരമായ അവസ്ഥയിൽ തരുന്നു, അവിശ്വാസമുള്ള അവസ്ഥയിൽ ഞാൻ തരുന്നു. കർത്താവ്, നിനക്കെന്നെ ശുദ്ധീകരിക്കാൻ കഴിയും, നിനക്കെന്നെ രൂപാന്തരപ്പെടുത്താൻ കഴിയും, നിമിഷങ്ങളോട് നിനക്കെന്നെ മാറ്റിയെടുക്കാൻ കഴിയും. സ്തോത്രം. പള്ളി പ്രമാണിയായ ഐറോസിൻ്റെ മകളുടെ ഒരിക്കൽ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് തലീതാ ഖൂമി എന്ന് പറഞ്ഞപ്പോൾ ജീവിപ്പിച്ചവനായ ദൈവമേ, അവിടെ നിന്നും ജീവിപ്പിക്കുന്ന ദൈവമായതുകൊണ്ട് സ്തോത്രം. ലാസറിൻ്റെ കല്ലറയ്ക്കൽ നിന്നുകൊണ്ട് ലാസറേ പുറത്ത് വരിക എന്ന് ഉറക്കം വിളിച്ചപ്പോൾ ചീഞ്ഞുനാറിയ ലാസർ പുറത്ത് ജീവനോടെ വന്നെങ്കിൽ എന്നെ രൂപാന്തരപ്പെടുത്താൻ കഴിയും. കർത്താവേ, ബാല്യക്കാരായി എഴുന്നേൽക്കുക എന്ന് നയൻ പട്ടണത്തിൻ്റെ വാതിൽക്കൽ വെച്ച ശവമഞ്ചത്തിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞവനായ യേശുവേ, ആ ബാല്യക്കാരനെ ഉയർപ്പിച്ചവനായ ദൈവമേ, ഇന്ന് രാത്രി ഈ സമയം കർത്താവേ, എൻ്റെ ജീവദായകമായ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളെ ജീവിപ്പിക്കണമേ, ഞങ്ങളെ നിർമ്മലീകരിക്കണമേ. രണ്ടാമത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. ഒന്നാമത്തെ പുനരുദ്ധാനത്തിനായി ഞങ്ങളെല്ലാവരും ഒരുക്കണമേ. മാനവ മുഖത്തോടെ എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.